ഹായ് ഫ്രണ്ട്സ്, ഫൺസോറയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നാളെ സെൻസെക്സ് എക്സ്പയറി ആയതുകൊണ്ട് സെൻസെക്സിന്റെ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്ന് ആ ഒരു പൊസിഷനിൽ നിന്ന് ഒരു ചെറിയൊരു അപ്പ് മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ സൈഡ് വേസ് ആയിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എല്ലാ ഇൻഡെക്സുകളും ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എല്ലാം സൈഡ് വേസ് മൂവ്മെന്റ് ആണ് ഇന്ന് മെയിൻ ചെയ്തത്. പിന്നെ സെൻസെക്സിന്റെ കാര്യം പറയാനാണെങ്കിൽ സെൻസെക്സും സൈഡ് വേസ് ആയിരുന്നു. പക്ഷെ ഇന്നലെ നിഫ്റ്റി പോലെ സെൻസെക്സിൽ ഉണ്ടായിരുന്ന നമ്മൾ പറഞ്ഞിരുന്ന ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സെൻസെക്സിന്റെ എന്റെ വീഡിയോ സ്ഥിരം കാണുന്നവരാണെങ്കിൽ അറിയാം, സെൻസെക്സിന്റെ ഈ ഗ്യാപ്പിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഗ്യാപ്പ് വന്നിരുന്നത് ഏകദേശം 1200 പോയിന്റ്സ് ആണ്. ഞാൻ റൗണ്ട് അപ്പ് ആക്കി എഴുതിയിരുന്നു. ഈ ഒരു ഗ്യാപ്പ് ആണ് ഇപ്പൊ കംപ്ലീറ്റ്ലി ക്ലോസ് ആയത്. അത് മാത്രമല്ല, ഇപ്പൊ ഒരു പുതിയ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടം കൊണ്ടാണ് പുതിയ ഗ്യാപ്പ് ഫോം ചെയ്തേക്കുന്നത്. ഇതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഞാൻ മെഷർ ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ ഇനിയിപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള വാല്യൂ 213 പോയിന്റ്സ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിടാം 213 പോയിന്റ്സ്. നമുക്ക് 200 ആയിട്ട് റൗണ്ട് അപ്പ് ആയിട്ട് തന്നെ എടുക്കാം. 200 പോയിന്റ്സ് ഗ്യാപ്പ് കൂടി ഇനി മോളില് ഫില്ലാനുണ്ട്. ആ ഒരു ഗ്യാപ്പോട് കൂടിയാണ് മാർക്കറ്റ് ഇന്നലെ താഴത്തോട്ട് പോയത്. ഇന്ന് മൊത്തം സൈഡ് വേസ് ആയിരുന്നു മാർക്കറ്റ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മൊത്തം നമ്മുടെ ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി 50 ടോപ്പ് ഗെയിനർ ആയിട്ട് വന്നത് ഏഷ്യൻ പെയിന്റ് ആണ്. ഇത് കഴിഞ്ഞ അദാനി എൻഡ്, പിന്നെ ടാറ്റാ സ്റ്റീൽ, ഹിൻഡാൽകോ, ഡെൽ, അദാനി പോർട്സ് എന്നിവയൊക്കെയാണ് വൺ ഓഫ് ദ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് വന്നത്. പിന്നെ ലൂസേഴ്സ് ലിസ്റ്റിൽ വന്നത് ഇച്ചർ മോട്ടോഴ്സ്, M&M, ഇൻഫി, ടെക്കം, സൺ ഫാർമ, പവർ ഗ്രിഡ് എന്നിവയൊക്കെയാണ്. നമ്മുടെ ഇൻഡിസസും സെക്ടറും പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിസസ് എല്ലാം ഗ്രീൻ ആണ്. പക്ഷെ ഫുള്ളി സൈഡ് വേസ് ആയിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി IT ഇന്ന് ഇത്തിരി ബെയറിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്. 1% മുകളിൽ ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തു. അതേസമയം നിഫ്റ്റി മെറ്റൽ 3% മുകളിൽ, അതായത് 3.18% അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നിഫ്റ്റി ITയുടെ ഒന്ന് ജസ്റ്റ് ഇതിന്റെ ഇടയിൽ കൂടി ഒന്ന് നോക്കാം. അപ്പൊ ഞാനൊന്ന് നിഫ്റ്റി IT എടുക്കുവാണ്. ഞാൻ ITയുടെ ഇൻഡെക്സ് എടുക്കുവാണ്. അപ്പോ യെസ്, നിഫ്റ്റി IT ഇൻഡെക്സിന്റെ ചാർട്ടാണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിഫ്റ്റി IT കുറെ നേരത്തേക്ക് സൈഡ് വേസ് ചെയ്തു. ഞാൻ ഒന്ന് ജസ്റ്റ് വീക്ക്ലിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, കുറെ നാളത്തേക്ക് സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ഒരു അപ്പ് മൂവ്മെന്റ് നൽകി പിന്നെ താഴെ വന്ന് ഇപ്പോൾ വന്ന് നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് പണ്ട് ഇത് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത ഒരു പൊസിഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, ഞാനിപ്പോ ഈ വരച്ചേക്കുന്ന ലെവൽ ഏകദേശം 26,100 ഉണ്ട്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 26,100. ഇത് ഇമ്പോർട്ടന്റ് നമ്മുടെ സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അത് മാത്രമല്ല, ഇത് പലതവണ റെസ്പെക്ട് ചെയ്ത സപ്പോർട്ടും കൂടിയാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു നോക്കുക. കാര്യം എന്താന്ന് വെച്ചാൽ ഈ 26,100 കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് പലതവണ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഈ സപ്പോർട്ട് റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് റിട്ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ റീട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം ഇവിടെ ഓൾറെഡി സൈഡ് വേസ് മൂവ്മെന്റ് കഴിഞ്ഞു, വലിയൊരു ഡൗൺഫോൾ വന്ന് പിന്നെ ഇവിടെ ഇനി നോക്കാനുള്ളത് 2600 എന്ന ലെവലാണ്. ഈ ലെവലിന്റെ അവിടെ നിന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്യാൻ ധാരാളം ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമില് 1 അവർ ക്യാൻഡില് ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണം. നല്ലൊരു മർബോസു, നല്ലൊരു ഈ 2600 ബ്രേക്ക് ചെയ്യണ ഷുവറിറ്റി ഉള്ള പാറ്റേൺ ഒക്കെ ഫോം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നിന്ന് ഒരു സെല്ലേഴ്സ് ഡോമിനേഷൻ വരുമെന്ന്. അല്ലെങ്കിൽ 2600 റീട്രേസ് ചെയ്യാൻ ധാരാളം ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ചാൻസ് മിസ്സാകാതെ ഈ നിഫ്റ്റി IT ഇൻഡെക്സ് ട്രേഡ് ചെയ്യണവര് യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ റെസിസ്റ്റൻസ് വരാൻ പോകുന്നത് ഇവിടെ കൊണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് 31,100 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 3100. ഇതായിരിക്കും നമ്മുടെ റെസിസ്റ്റൻസ് വരാൻ പോകുന്നത്. കാര്യം ഇതും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ലെവലില്, അതായത് ഞാനൊന്ന് ഇത് പൊസിഷനിൽ നിന്ന് നീക്കിക്കോട്ടെ. ഈ ഒരു ലെവലില് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പലതവണ സപ്പോർട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് താഴെ 27,916 ട്രേഡ് ചെയ്യണ കാരണം
ഇപ്പോൾ ഈ സപ്പോർട്ട് ലെവൽസ് ഒക്കെ നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽസ് ആയിട്ട് വരും. അത് മാത്രമല്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇന്നും മാർക്കറ്റ് ആ ഒരു പൊസിഷൻ വരെ പോയിട്ടാണ് പിന്നെ ഒരു ഡൗൺഫോൾ മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ ഞാൻ ഈ 1 അവർ ചാർട്ടിലും കൂടി കാണിച്ചു തരാം, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. ആ ഒരു ലെവലിൽ നിന്നാണ് പിന്നെ ഒരു ഡൗൺഫോൾ മൂവ്മെന്റ് നടന്നത്. ഓക്കെ, ഇത് 1 അവർ ചാർട്ടാണ് എടുത്തേക്കുന്നത്. ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 21st, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 22nd ഏപ്രിൽ. കണ്ടോ, ആ ഒരു കറക്റ്റ് ലെവലിൽ നിന്നാണ് ഒരു ഡൗൺഫോൾ മൂവ്മെന്റ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഈ 31,102 എന്ന ലെവല് മാർക്കറ്റ് റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. ഒരു ഗ്യാപ് ഡൗൺ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റും കൂടി ഞാൻ മാർക്ക് ചെയ്യാം. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് ഏകദേശം വരുന്നത് 218 പോയിന്റ്സ് ആണ്. ഞാൻ ഇവിടെ എഴുതിക്കോട്ടെ, 218 പോയിന്റ്സ്. നമുക്ക് 200 റൗണ്ട് അപ്പ് ആയിട്ട് എഴുതാം. 200 പോയിന്റ്സ് വരുന്ന ഗ്യാപ്പ് ആണിത്. ഈ ഗ്യാപ്പ് മുകളിലോട്ട് ഫില്ലാകുന്നതിന് മുമ്പ് ഇവിടെ വന്നു, അതായത് ഈ റെസിസ്റ്റൻസ് ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് താഴത്തോട്ട് റീട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ റീട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സോൺ ഒരു വളരെ ഇമ്പോർട്ടന്റ് സോൺ ആണ്. നിഫ്റ്റി IT സെക്ടറിൽ ട്രേഡ് ചെയ്യുന്നവര് നോക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് സോൺ ആണിത്. അപ്പോ നിൽക്കുന്നത് ഇപ്പോൾ ഈ ഒരു പൊസിഷനിലാണ്. അപ്പോൾ ഇനിയും നമുക്ക് താഴെയുള്ള, നേരത്തെ ഞാൻ വീക്ക്ലിയിൽ കാണിച്ച പോലെ ആ സപ്പോർട്ട് ലെവൽ വരെ പോകാൻ ധാരാളം ചാൻസസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സൂക്ഷിച്ച് അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്യാം. പ്രത്യേകിച്ച് W പാറ്റേൺസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ടോ, M പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അത് അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്താൽ വിചാരിച്ച പോലെ നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെയുള്ള കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ ഒക്കെ എടുത്ത് വിചാരിച്ച പോലെയുള്ള പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന നല്ലൊരു ചാൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ബാക്ക് ടു സെൻസെക്സ്. സെൻസെക്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ 1 അവർ ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഓൾറെഡി പറഞ്ഞു 200 പോയിന്റ്സ് ഗ്യാപ്പ് ആണ് നമുക്ക് ഇനി ഫില്ല് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവൽ, നാളെ സെൻസെക്സ് എക്സ്പയറിയും കൂടി ആയതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തു പറയുന്നത്. നമ്മുടെ ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 74,668 ആണ് ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 74,608.98 പ്ലസ് 49 പോയിന്റ്സ് അപ്പ്, 0.07% അപ്പ് മൂവ്മെന്റ്. സൈഡ് വേസ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ, പക്ഷെ എന്നാലും 49 പോയിന്റ്സ് ഉണ്ട്. സെൻസെക്സിന്റെ കേസിൽ 49 പോയിന്റ്സ് ടോട്ടലി നെഗ്ലിജിബിൾ ആണ്. കാര്യം സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് നിങ്ങൾക്ക് അറിയാലോ 500 to 1000 പോയിന്റ്സ് ആണ്. അപ്പൊ 500 to 1000 പോയിന്റ്സ് വെച്ച് നോക്കാൻ നേരത്തെ ഈ 49 കംപ്ലീറ്റ്ലി സൈഡ് വേസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നാളത്തേക്ക് നോക്കാനുള്ള മെയിൻ ഇൻട്രാഡേ ലെവൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 75,200 ആണ്. 75,200 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവൽ നാളെ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് ഇവിടം കൊണ്ടാണ്. ഇതെന്ന് പറയുന്നത് 74,000 ആണ്. നമ്മളിവിടെ മാർക്ക് ചെയ്യാം 74,000. ഇതായിരിക്കും നമ്മുടെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇൻട്രാഡേ സപ്പോർട്ടാണ്. ഈ രണ്ട് വാല്യൂസും വളരെ സൂക്ഷിച്ചു കാണണം. ഇവിടെ കാൻഡിൽ ഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം റീട്രേസ്മെന്റ് ലെവൽസ് കൂടിയാണ്. മുകളിലോട്ട് പോയാലും താഴത്തോട്ട് പോയാലും റീട്രേസ്മെന്റ് ലെവൽസും കൂടിയാണ് ഈ 75,200ഉം 74,000ഉം. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോം ചെയ്യുന്ന കാൻഡിൽസ് താഴത്തോട്ടാണെങ്കിൽ ബെയറിഷ് കാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്യണ കാൻഡിൽ ഉണ്ടോ എന്ന് നോക്കുക. അതേപോലെ തന്നെ മുകളിലോട്ടാണെങ്കിൽ ബുള്ളിഷ് കാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്യണ കാൻഡിൽ ഉണ്ടോ എന്ന് നോക്കുക. അല്ലാത്ത പക്ഷം ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ടാണ് പോണെങ്കിൽ ഇവിടെ നിന്ന് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. ഈ 75,200 റെസ്പെക്ട് ചെയ്ത് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ താഴെ വന്നതിന് ശേഷം താഴേന്ന് ഈ 74,000 റെസ്പെക്ട് ചെയ്ത് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. സെൻസെക്സ് ആണ്, എക്സ്പയറി ആണ്. അതുകൊണ്ട് മാർക്കറ്റ് വോളറ്റൈൽ ആകാൻ സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഗ്യാപ് ഡൗൺ ഉണ്ടാകുന്നു പറഞ്ഞതും ഗ്യാപ്പ് ക്ലോസ് ആകുന്നു പറഞ്ഞതും അതുപോലെ തന്നെ നടന്നിട്ടുണ്ട് ഫുള്ളി. അതാണ് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് തിയറി അനുസരിച്ച് ഒരു ഗ്യാപ്പ് ഫോം ചെയ്താൽ എന്തായാലും മാർക്കറ്റ് ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ താഴ്ത്തോട്ട് വരും എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്. കറക്റ്റ് ആയിട്ട് ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് പിന്നെ സൈഡ് വേസ് മൂവ്മെന്റ് തുടങ്ങിയ. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ, സപ്പോർട്ട് ആൻഡ്
അസിസ്റ്റൻസ്, കറക്റ്റ് ആയിട്ട് എൻട്രി എടുക്കാൻ, കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് എടുക്കാൻ, കറക്റ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യാൻ, കറക്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ് ഒക്കെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ അഫ്കോഴ്സ് നമ്മുടെ കോഴ്സ് ഉണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെ പഠിപ്പിക്കുന്നതായിരിക്കും. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കോൾ ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ 8870135772 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ബേസിക് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അഡ്വാൻസ് ലെവൽ വരെ നമ്മൾ ചെയ്യുന്ന അതേ സ്ട്രാറ്റജി അനാലിസിസ് ഒക്കെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ സ്വന്തമായിട്ട് വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ചെയ്യാൻ പഠിക്കുന്നതായിരിക്കും. അപ്പൊ താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ബാച്ചസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഈ മാസത്തെ. അപ്പോൾ ഇനി ഉള്ള അടുത്ത ബാച്ചസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യുക. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മടിക്കണ്ട. ഓഫ് കോഴ്സ് ഞാൻ കമന്റ് സെക്ഷനിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സ് ഓറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.